ഹലോ, അപ്പോൾ നമുക്കിന്ന് അമ്മയുടെ ചെമ്മീൻ കറി റെസിപ്പിയും കോവക്ക ചക്കക്കുരുവിൻ്റെ റെസിപ്പിയും നോക്കാം. ചെമ്മീൻ കറിക്ക് വേണ്ടി ആദ്യം ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. അതിലേക്ക് വലിയുള്ളിയും ചെറിയുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കറിവേപ്പില ഇടാം. അതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് വഴണ്ട് വരട്ടെ. ഉള്ളിയുടെ കളറൊക്കെ ഏകദേശം മാറി വരുമ്പോൾ തക്കാളി ചേർക്കാം. തക്കാളി നന്നായിട്ട് ഉടയണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ട് ഉടഞ്ഞു കഴിയുമ്പോൾ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി അവിടെ വെക്കുക. ഇനിയിപ്പോൾ ചെമ്മീനിലത്തെ വെള്ളവും ആ തക്കാളി ഉടഞ്ഞ് ആ വെള്ളമൊക്കെ ചേർന്ന് അതിലൊന്ന് കിടന്ന് വെന്തോട്ടെ. കുറച്ച് നേരം ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം അതിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ ഒരു പരുവായിട്ടുണ്ട്. നന്നായി തിളച്ച് കഴിയുമ്പോൾ ഇനി പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടാവും. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല കട്ടിയിലാണുള്ളത്. ഇനി നന്നായിട്ട് ലൂസാവാൻ വേണ്ടി ഉള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടാവും. നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ കറി റെഡിയാവും. ഇത്രയും ലൂസാക്കിയാൽ മതി. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് അടച്ചു വെക്കാം. അപ്പം നന്നായി തിളച്ചിട്ടുണ്ട് കറി. തിളച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കോവക്ക ചക്കക്കുരു റെഡിയാക്കാൻ വേണ്ടി പാനിലേക്ക് എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ടു. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കോവക്കയും ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. ഇത് കുക്കറിൽ 3 വിസിലടിച്ച് മാറ്റി വെച്ചതാണ്. നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ആ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർക്കാം. ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക. ഒരു 2 പിടി തേങ്ങയാണ് ഇപ്പോൾ ഇവിടെ ചേർത്തിരിക്കുന്നത്. തേങ്ങയുടെ അളവ് കൂടിയോ കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കുറച്ച് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇത് റെഡി ആയിട്ടുണ്ടാവും. കണ്ടോ, കായൊക്കെ വറക്കുമ്പോൾ ആ പരുവത്തിലാണ് ഇതും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമ്മുടെ കോവയ്ക്കും ചക്കക്കുരു റെഡി ആയിട്ടുണ്ട്. കുറച്ച് മീൻ കൂടി പൊരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഊണ് ഉഷാറായി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.